Good morning dear students. ഇന്ന് നമുക്ക് പ്രോഗ്രാമിംഗ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് ടൈമറിന്റെ ഇന്ററപ്റ്റ്സിനെ പറ്റിയിട്ടായിരുന്നു. ടൈമറിൽ രണ്ട് തരത്തിലുള്ള ഇന്ററപ്റ്റ്സ് ഉണ്ട്, ഓവർഫ്ലോ ഇന്ററപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കമ്പയർ മാച്ച് ഇന്ററപ്റ്റ്സും ഉണ്ട്. അപ്പൊ അതിന്റെ പ്രോഗ്രാമിംഗ് ആയിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിയത്. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്, അപ്പൊ സോഴ്സസ് ഓഫ് ഇന്ററപ്റ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ ടൈമറിന്റെ പറഞ്ഞായിരുന്നു, എക്സ്റ്റേണൽ ഹാർഡ്വെയർ പറഞ്ഞായിരുന്നു, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ പറഞ്ഞായിരുന്നു, UACRT പറഞ്ഞായിരുന്നു, സ്പെഷ്യൽ ഇന്ററപ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്തുള്ള നമ്മുടെ രണ്ടാമത്തെ ഒരു സോഴ്സ് ആണ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് നമുക്ക് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളറിൽ കണക്ട് ചെയ്തിട്ടുള്ള മൈക്രോ കൺട്രോളറിനകത്ത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരാൻ വേണ്ടിയിട്ട് 3 പിന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ INT0, INT1, INT2. ഇപ്പൊ ഇന്ററപ്റ്റ് 0, ഇന്ററപ്റ്റ് 1, ഇന്ററപ്റ്റ് 2 എന്ന് പറയുന്ന 3 ഇന്ററപ്റ്റ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് ആണ് നമ്മൾ ATmega 32 മൈക്രോ കൺട്രോളറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇന്ററപ്റ്റ് പിന്നുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പോർട്ട് ഡിയുടെ INT0 ആണെങ്കിൽ പോർട്ട് ഡിയുടെ രണ്ടാമത്തെ പിന്ന്, അതുപോലെ INT1 ആണെങ്കിൽ പോർട്ട് ഡിയുടെ തന്നെ മൂന്നാമത്തെ പിന്ന്, INT2 ആണെങ്കിൽ പോർട്ട് ബിയുടെ രണ്ടാമത്തെ പിന്ന്. അപ്പൊ PD2, PD3, PB2 ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. PD2 എന്ന് പറയുന്നത് INT0, PD3 എന്ന് പറയുന്നത് INT1 ആൻഡ് PB2 എന്ന് പറയുന്നത് INT2. ഇതാണ് 3 ഇന്ററപ്റ്റുകൾ. അപ്പൊ ഈ 3 ഇന്ററപ്റ്റ് പിന്നുകൾ വഴി നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് വരുന്ന ഇന്ററപ്റ്റ്സ് മൈക്രോ കൺട്രോളറിനകത്തോട്ട് പാസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എപ്പോഴെങ്കിലും ഈ പിന്നുകൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ, അതായത് ഈ INT0, INT1, INT2 ഏതെങ്കിലും പിന്നുകൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ AVR മൈക്രോ കൺട്രോളർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ, ഈ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന്റെ ലൊക്കേഷൻസ് നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിൽ കിടപ്പുണ്ട്. സോ INT0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ നമ്പർ 2 ആണ്. അതുപോലെ INT1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 4, INT2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 6. അപ്പൊ ഈ 3 ലൊക്കേഷൻസിലാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിന്റെ ലൊക്കേഷൻസ് നമ്മൾ ലാസ്റ്റ് ഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ലൊക്കേഷൻസ് ആണ് INT0ക്ക് 2, INT1ന് 4, INT2ന് 6. ഈ ലൊക്കേഷൻസിലാണ് ഈ പറയുന്ന ഇന്ററപ്റ്റുകളുടെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ലൊക്കേഷൻസ് ആണ് നമ്മൾ ഇന്ററപ്റ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്, നമ്മൾ നേരത്തെ ടൈമറിന്റെ ഇന്ററപ്റ്റ്സ് ജനറേറ്റ് ആവണമെങ്കിൽ, ആ ഇന്ററപ്റ്റ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ ടൈമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ററപ്റ്റ്സ് ബിറ്റുകളുണ്ട്. ആ ബിറ്റുകൾ എനേബിൾ ആക്കിയിട്ട് അതുപോലെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള I എന്ന് പറയുന്ന ഒരു ബിറ്റും ഉണ്ട്. ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റാണ് ആ 7th ബിറ്റാണത്. ആ 7th ബിറ്റും സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ഇന്ററപ്റ്റ്സ് എല്ലാം എനേബിൾ ആകത്തുള്ളൂ. ഇത് എനേബിൾ ആയിരുന്നാൽ മാത്രമേ ഈ പിന്നുകളിൽ ഒരു റിക്വസ്റ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ ഇന്ററപ്റ്റ്സുകൾ ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പൊ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് മസ്റ്റ് ബി എനേബിൾഡ് ബിഫോർ ദേ ക്യാൻ ടേക്ക് എഫക്ട്. അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എനേബിൾ ചെയ്യണം. ഇനി ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിനെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, GICR എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്ററിനകത്താണ് നമ്മൾ ഏതെങ്കിലും ഇന്ററപ്റ്റ് പിന്നുകൾ, അതായത് INT0 വേണോ, INT1 വേണോ, INT2 വേണോ ഇന്ററപ്റ്റ് വരേണ്ടതെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ രജിസ്റ്ററിലാണ് വാല്യൂസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. സോ ഇതാണ് ജനറൽ ഇന്ററപ്റ്റ് കൺട്രോൾ രജിസ്റ്റർ. GICR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറൽ ഇന്ററപ്റ്റ് കൺട്രോൾ രജിസ്റ്റർ എന്നാണ്. സോ ഈ ജനറൽ ഇന്ററപ്റ്റ് കൺട്രോൾ രജിസ്റ്ററിനകത്ത് 8 ബിറ്റുകളാണുള്ളത്. അതിനകത്തുള്ള D7, D6, D5 ഈ 3 ബിറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞ INT0യെ എനേബിൾ ആക്കണോ, 1നെ എനേബിൾ ആക്കണോ, 2നെ എനേബിൾ ആക്കണോ എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ഈ 3 ബിറ്റിലാണ്. അപ്പൊ INT0യെ ആണ് നമുക്ക് എനേബിൾ ആക്കണമെങ്കിൽ, അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് എനേബിൾ ആക്കാൻ പറ്റുന്നത്. സോ INT0യെ ആണ് നമുക്ക് എനേബിൾ ആക്കേണ്ടതെങ്കിൽ ഈ പറയുന്ന D6 ബിറ്റിൽ നമ്മൾ എന്ത് കൊടുക്കുക, 1 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ INT2നെയാണ് നമുക്ക് എനേബിൾ ആക്കേണ്ടതെങ്കിൽ D5 ബിറ്റിന്റെ 1 കൊടുക്കുക. INT1നെയാണ് നമുക്ക് എനേബിൾ ആക്കേണ്ടതെങ്കിൽ D7 ബിറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ 4 ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സപ്പോസ് INT0യെ ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, എനേബിൾ ആക്കാൻ പോകുന്നത് പോകുന്നതെങ്കിൽ ഈ D6 എന്ന് പറയുന്ന ബിറ്റിൽ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം 0 വരുന്ന ഈ രജിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4
0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ 4 ബിറ്റുകൾ നമ്മൾ ഇതിനെല്ലാം നമ്മൾ ഹെക്സാഡെസിമൽ വാല്യൂസ് അല്ലെങ്കിൽ എന്താണ് ബൈനറി കോഡഡ് ഡെസിമൽ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 8 ബിറ്റുകളെ നമ്മൾ 4 ആക്കി മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് ഫുൾ 4 ബിറ്റും 0 ആയി കഴിഞ്ഞാൽ ഇത് ഹോൾ വാല്യൂ 0 ആയിരിക്കും. ഇവിടെയുള്ള 4 ബിറ്റിനകത്ത് രണ്ടാമത്തെ അതായത് ഈ ഒരു ബിറ്റ് മാത്രം 1 ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 4 ആയിരിക്കും. അതുപോലെ INT1-നെയാണ് ഞാൻ എനേബിൾ ആക്കുന്നതെങ്കിൽ INT1-ൽ മാത്രം ഞാൻ 1 കൊടുക്കും, ബാക്കിയെല്ലാം 0 വരും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് 8 എന്ന് പറയുന്ന വാല്യൂവിനെ, ബാക്കി റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആയിരിക്കും. INT2-നെയാണ് ഞാൻ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ INT2-ൽ മാത്രം 1 കൊടുക്കും. സോ ഈ 4 ബിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന ബൈനറി വാല്യൂ BCD വാല്യൂവിനെയും ബാക്കിയുള്ളത് 0 ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് LBI R20,0x40 അപ്പൊ 40 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ R20-ൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ 40 എന്ന് പറയുന്ന വാല്യൂ GICR-നകത്തോട്ട് കൊടുത്തു. അപ്പൊ ജനറൽ ഇന്ററപ്റ്റ് കൺട്രോൾ രജിസ്റ്ററിനകത്ത് 40 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇന്ററപ്റ്റ് ആയിരിക്കും ആക്റ്റീവ് ആവുക? INT0 എന്ന് പറയുന്ന ഇന്ററപ്റ്റ് ആയിരിക്കും ആക്റ്റീവ് ആവുക. ഇതാണ് ഇത് മാത്രം 1 ആയി കഴിഞ്ഞാൽ 4 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും 4 ബിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 40 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ GICR-നകത്ത് 40 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ INT0 ആക്റ്റീവ് ആകും. അതുപോലെ 20 കൊടുത്തു കഴിഞ്ഞാൽ INT2 ആക്റ്റീവ് ആകും. 80 കൊടുത്തു കഴിഞ്ഞാൽ INT1 ആക്റ്റീവ് ആകും. ഓക്കെ, അപ്പൊ 0 ഡിസേബിൾസ് ദ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, 1 എനേബിൾസ് ദ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0. അപ്പൊ INT0 ആണ് നമുക്ക് എനേബിൾ ആക്കേണ്ടതെങ്കിൽ ഇവിടെ 1 കൊടുക്കുക, അതിനെ ഡിസേബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ GICR ജനറൽ ഇന്ററപ്റ്റ് കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള ഈ പറഞ്ഞ ബിറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ INT0-യോ 1-ഓ 2-നെയോ നമുക്ക് ഇന്ററപ്റ്റ്സിനെ എനേബിൾ ആക്കാൻ പറ്റും. ഇനി INT0 ഇന്ററപ്റ്റുകൾ അതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. INT0 ഇന്ററപ്റ്റിന്റെ പ്രത്യേകത ഇതൊരു ലോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ് ആണ്. ലോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നലായിട്ടാണ് ഇതിനെ പാസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ വേവുകളാണ് നമ്മൾ സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത്. ലോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 0 വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന ലെവലിലാണ് നമുക്ക് എന്താ ആക്റ്റീവ് ആവുക? ഈ ഇന്ററപ്റ്റ് ആക്റ്റീവ് ആവുക. അപ്പൊ ഒരു ലോ ലെവൽ സിഗ്നൽ നമ്മൾ PD2 പോർട്ട് ഡിയുടെ രണ്ടാമത്തെ പിന്നിൽ ഒരു ലോ സിഗ്നൽ ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോളർ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്തിട്ട് INT0-ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ 2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയിട്ട് ആ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ INT1 എന്ന് പറയുന്നത് ക്യാൻ ബി ഐദർ ലോ ലെവൽ ട്രിഗേർഡും ആകാം, എഡ്ജ് ട്രിഗേർഡും ആകാം. അപ്പൊ ഒന്നുകിൽ ലോ ലെവൽ 0 വാല്യൂ കൊടുക്കുന്ന സമയത്ത് അത് ആക്റ്റീവ് ആകാം, അല്ലെങ്കിൽ എഡ്ജ് ട്രാൻസിഷൻസ് വരുന്ന സമയത്തും എന്താകാൻ പറ്റും? INT1-ന് ആക്റ്റീവ് ആകാൻ പറ്റും. അപ്പൊ INT0 നോർമലി ലോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ് ആണ്. INT1 എന്ന് പറയുന്നത് ക്യാൻ ബി ലോ ലെവൽ ട്രിഗേർഡും ആകാം, എഡ്ജ് ട്രിഗേർഡ് ഇന്ററപ്റ്റും ആകാം. അതുപോലെ INT2 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓൺലി എഡ്ജ് ട്രിഗേർഡ് ഇന്ററപ്റ്റ്. അപ്പൊ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാല് അതിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്. ഇന്ററപ്റ്റ് സെൻസ് കൺട്രോൾ ബിറ്റ്സ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ഇന്ററപ്റ്റ് സെൻസ് കൺട്രോൾ ബിറ്റ്സ് എന്ന് പറയുന്ന ഈ ബിറ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ലോ ലെവൽ ട്രിഗേർഡ് ആണോ എഡ്ജ് ട്രിഗേർഡ് ആണോ എന്നുള്ളതൊക്കെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഒരു 8 ബിറ്റുകളുണ്ട്, D0 മുതൽ D7 വരെ. ഇതിനകത്തുള്ള D0 D1 ബിറ്റുകൾ ISC00 ISC01 ISC00 ISC01 എന്ന് പറയുന്ന ഈ 2 ബിറ്റുകൾ നമ്മൾ INT0-യുടെ ഇന്ററപ്റ്റ് ആക്ടിവേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. INT0-യുടെ ലോ ലെവൽ വേണോ അല്ലെങ്കിൽ എഡ്ജ് ട്രാൻസിഷൻ വരുമ്പോഴാണോ വേണ്ടത്, ഫോളിംഗ് എഡ്ജിലാണോ വേണ്ടത്, റൈസിംഗ് എഡ്ജിലാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് ഇന്ററപ്റ്റ് ആക്ടിവേറ്റ് ആകേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ISC0 ISC01 എന്ന് പറയുന്ന 2 ബിറ്റുകൾ വഴി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ISC10 ISC11 എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഇന്ററപ്റ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇന്ററപ്റ്റിന്റെ ജനറേഷനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ISC00 ISC01-നകത്ത് ഫുൾ 00 വരുവാണെങ്കിൽ INT0 എന്ന് പറയുന്ന ഇന്ററപ്റ്റ് ആക്റ്റീവ് ആകുന്നത് ലോ ലെവലിനാണ്. അതാണ് ഈ അതിൽ കാണിച്ചിരിക്കുന്ന ലോ ലെവൽ. ഇതാണ് ലോ ലെവൽ. ഇവിടെ ഈ വാല്യൂ വരുന്ന സമയത്താണ് ആ INT0 ആക്റ്റീവ് ആകുന്നത്. അതുപോലെ 01 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ISC01-ൽ ISC00-ക്കകത്ത് 01 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ
ഇറ്റ് ക്യാൻ എനി ലോജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൈയിൽ നിന്നും ലോയിലോട്ട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ലോയിൽ നിന്നും ഹൈയിലോട്ട് ചേഞ്ച് ആകുന്ന സമയത്ത്, അതാണ് ഈ രണ്ട് ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും രണ്ട് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ആകും. ഓക്കെ, അതുപോലെ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഫോളിംഗ് എഡ്ജിൽ മാത്രമായിരിക്കും ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എനേബിൾ ആകുന്നത്. അതുപോലെ 11 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ റൈസിംഗ് എഡ്ജിൽ മാത്രമായിരിക്കും വാല്യൂ ജനറേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ INT0യുടെ ഇന്ററപ്റ്റ് എപ്പോഴൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുകളാണ് ഇന്ററപ്റ്റ് സെൻസ് കൺട്രോൾ ബിറ്റ്സ്. ഇതിൽ ISC00, ISC01 ഉണ്ട്. ഈ രണ്ട് ബിറ്റുകൾ വെച്ചിട്ട് നമുക്ക് INT0യുടെ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് നമുക്ക് പല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇന്ററപ്റ്റ് 1ൻ്റെതാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ററപ്റ്റ് 1ൻ്റെതാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ISC10, ISC11 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ISC10, ISC11നകത്ത് 00 ആണെങ്കിൽ ലോ ലെവൽ ഓഫ് INT1 ജനറേറ്റ്സ് ആൻ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. അതുപോലെ 01 ആണെങ്കിൽ എനി ലോജിക്കൽ ചേഞ്ച് ഓൺ INT1 ജനറേറ്റ്സ് ആൻ ഇന്ററപ്റ്റ് റിക്വസ്റ്റ്. അതുപോലെ 10 ആണെങ്കിൽ ഫോളിംഗ് എഡ്ജ് ഓഫ് INT1 ആയിരിക്കും. അതുപോലെ 11 ആണെങ്കിൽ റൈസിംഗ് എഡ്ജ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ബിറ്റ് വാല്യൂസ് നമ്മൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ ഇതാണ് മൈക്രോ കൺട്രോളറിന്റെ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. MCUCR എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. കൺട്രോൾ രജിസ്റ്ററിനകത്ത് മൈക്രോ കൺട്രോളറിന്റെ കൺട്രോൾ രജിസ്റ്ററിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ ഇന്ററപ്റ്റ് 1ന്റെയും ഇന്ററപ്റ്റ് 0യുടെയും റിക്വസ്റ്റ് എപ്പോഴാണ് എനേബിൾ ആക്കേണ്ടതെന്നുള്ള ബിറ്റ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ആ ബിറ്റിനെ പറയുന്ന പേരാണ് ഇന്ററപ്റ്റ് സെൻസ് കൺട്രോൾ ബിറ്റ്സ്. ഓക്കെ, സോ ഇനി എന്താണ് എഡ്ജ് ട്രിഗേർഡും ലെവൽ ട്രിഗേർഡും എന്ന് നോക്കാം. എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എഡ്ജിൽ ട്രാൻസിഷൻ, അതായത് നമ്മുടെ ലോ ലെവൽ വാല്യൂവിൽ നിന്നും ഹൈയിലോട്ട് ട്രാൻസിഷൻ വരുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് വരുന്ന അതിനെയാണ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയുന്നത്. ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ലോ വാല്യൂ ഒന്നുകിൽ ലോ വാല്യൂ ആയിരിക്കണം അല്ലെങ്കിൽ ഹൈ വാല്യൂ ആയിരിക്കണം. ആ ലെവലിലാണ് ഇന്ററപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ there are 2 types of activation for the external hardware interrupts. ഒന്നുകിൽ ലെവൽ ട്രിഗേർഡ് ആകാം അല്ലെങ്കിൽ എഡ്ജ് ട്രിഗേർഡ് ആകാം. INT2 എന്ന് പറയുന്നത് only എഡ്ജ് ട്രിഗേർഡ് മാത്രമാണ്. INT0യും INT1നും നമുക്ക് ലെവൽ ട്രിഗേർഡും ആകാം എഡ്ജ് ട്രിഗേർഡും ആകാം. നോർമലി ബൈ ഡീഫോൾട്ട് INT0 എന്ന് പറയുന്നത് ലോ ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ INT0യും INT1നെയും നമുക്ക് ലെവൽ ട്രിഗേർഡോ എഡ്ജ് ട്രിഗേർഡോ ആക്കാം. INT2നെ മാത്രം എപ്പോഴും എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. ഓക്കെ, ഈ എങ്ങനെയാണ് ഇതിന്റെ ബിറ്റ്സുകൾ സെറ്റ് ചെയ്യുന്നത്, അതായത് ഇത് ലെവൽ ട്രിഗേർഡ് ആകണോ എഡ്ജ് ട്രിഗേർഡ് ആകണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് MCUCR മൈക്രോ കൺട്രോൾ യൂണിറ്റിന്റെ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തുള്ള ബിറ്റ്സുകൾ നമ്മൾ കാണിച്ചിട്ടാണ്. ആ ബിറ്റ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞ ISC00, ISC01, ISC10, ISC11 എന്ന് പറയുന്ന ബിറ്റ്. സോ എഡ്ജ് ട്രിഗേർഡ്, ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എഡ്ജ് ട്രാൻസിഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലെവലിൽ ഒന്നുകിൽ ഹൈ ലെവൽ ആയിരിക്കും അല്ലെങ്കിൽ ലോ ലെവൽ ആയിരിക്കും. ഓക്കെ, ഇനി INT2ന്റെ നമ്മൾ പറഞ്ഞു എഡ്ജ് ട്രിഗേർഡ്, ഒള്ളി എഡ്ജ് ട്രിഗേർഡ് ആണെന്ന് പറഞ്ഞു. ഈ എഡ്ജ് ട്രിഗേർഡിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രജിസ്റ്റർ ആണ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ. മറ്റത് നമ്മൾ പറഞ്ഞത് MCUCU എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. MCUCU എന്ന് പറയുന്ന രജിസ്റ്റർ വെച്ചിട്ടായിരുന്നു, MCUC കൺട്രോൾ രജിസ്റ്റർ വെച്ചിട്ടായിരുന്നു. ഇനി INT2ന്റെ എഡ്ജ് ട്രാൻസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് MCUCSR കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ വെച്ചിട്ടായിരിക്കും. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള D6 എന്ന് പറയുന്ന ഒരു ബിറ്റ് വെച്ചിട്ടാണ്. അതിനെ ISC2, നമ്മൾ നേരത്തെ ISC00, ISC01 എന്ന് പറഞ്ഞതുപോലെ ISC2 എന്ന് പറയുന്ന ബിറ്റ് ഇൻ ദ രജിസ്റ്റർ MCUCSR കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള ഈ D6 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ വെച്ചിട്ടാണ്. അത് ആ ബിറ്റ് 0 ആണെങ്കിൽ ഫോളിംഗ്, ഇത് എന്തായാലും എഡ്ജ് ട്രിഗേർഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒന്നുകിൽ ഫോളിംഗ് എഡ്ജിലായിരിക്കണം അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിങ്ങിലായിരിക്കണം. അപ്പം ഫോളിംഗ് എഡ്ജ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ISC2 ബിറ്റിന്റെ വാല്യൂ 0 കൊടുക്കുക. റൈസിംഗ് എഡ്ജ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ISC2 ബിറ്റിന്റെ വാല്യൂ 1 കൊടുക്കുക. ഓക്കെ,
ഇനി എന്താണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി? AVR-നകത്ത് എങ്ങനെ നമുക്ക് ഇന്ററപ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് നോക്കാം. ഇന്ററപ്റ്റ് പ്രയോറിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് അറ്റ് ദ സെയിം ടൈം ഒന്നിൽ കൂടുതൽ ഇന്ററപ്റ്റ്സ് നമുക്ക് റിക്വസ്റ്റുകളായിട്ട് വരികയാണെങ്കിൽ, ഇന്ററപ്റ്റ്സ് നമുക്ക് AVR മൈക്രോ കൺട്രോളറിനകത്ത് വരുവാണെങ്കിൽ അതിന് ഹയർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനെ ആയിരിക്കും ആദ്യം ഫസ്റ്റിലെ സർവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിനകത്ത് നമ്മുടെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസിന്റെ ലൊക്കേഷൻസ് 2, 4, 6 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ലോ ലെവൽ അഡ്രസ്സിനുള്ളതിനായിരിക്കും ഹയർ പ്രയോറിറ്റി. ലോവർ അഡ്രസ്, ഇന്ററപ്റ്റ് ദാറ്റ് ഹാസ് ലോവർ അഡ്രസ് ഹാസ് എ ഹയർ പ്രയോറിറ്റി. ദാറ്റ് മീൻസ് ഇഫ് നമ്മുടെ ഇന്ററപ്റ്റ് 0യും ഇന്ററപ്റ്റ് 2 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്ററപ്റ്റ് 2ഉം ഇന്ററപ്റ്റ് 0യുമാണ് വരുന്നതെങ്കിൽ ഇന്ററപ്റ്റ് 2വിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്ററപ്റ്റ് 0യുടെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 2 ആണ്. ഇന്ററപ്റ്റ് 2വിന്റെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് 0യ്ക്ക് ആയിരിക്കും. അപ്പൊ INT 0ക്കാണ് ഹയർ പ്രയോറിറ്റി, അത് കഴിഞ്ഞിട്ട് INT 1-നാണ്, അത് കഴിഞ്ഞിട്ടാണ് INT 2. അപ്പൊ ഹയർ പ്രയോറിറ്റി ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് INT 0 ആണ്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ ഇന്ററപ്റ്റുകൾ അറ്റ് ദ സെയിം ടൈം റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹയർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനായിരിക്കും ഫസ്റ്റിലെ സർവീസ് കൊടുക്കാം. അതാണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി. ഇനി ഒരു ഇന്ററപ്റ്റിന്റെ സർവീസ് റൂട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ററപ്റ്റ് ഇൻസൈഡ് ആൻ ഇന്ററപ്റ്റ്, അതായത് ഒരു ഇന്ററപ്റ്റ് വന്നു അതിന്റെ സർവീസ് റൂട്ടീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഇന്ററപ്റ്റിനെ നമുക്ക് എനേബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നോർമലി നമ്മൾ ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് SREG രജിസ്റ്റർ, അതായത് നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള D7 ബിറ്റ്, അതായത് I ബിറ്റ്, ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള D7 ബിറ്റ് ഉണ്ട്. ആ ബിറ്റിന്റെ വാല്യൂ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് AVR തന്നെ എന്ത് ചെയ്യും? 0 ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ അതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ററപ്റ്റ്സിനെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ഇന്ററപ്റ്റിന്റെ സർവീസ് റൂട്ടീൻ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് SRG രജിസ്റ്ററിനകത്തുള്ള I ബിറ്റിന്റെ വാല്യൂ 0 ആകും. ദാറ്റ് മീൻസ് നമുക്ക് ബാക്കി അതർ ഇന്ററപ്റ്റ്സ് എല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എപ്പോഴാണോ RETI ഇൻസ്ട്രക്ഷൻ, അതായത് ആ സർവീസ് റൂട്ടീന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് RETI ഇൻസ്ട്രക്ഷൻ, റിട്ടേൺ ഫ്രം ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നാണ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് AVR ഓട്ടോമാറ്റിക് ആയിട്ട് ഈ I ബിറ്റിന്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യും. അപ്പോഴും മാത്രമേ ഇനി അടുത്തൊരു ഇന്ററപ്റ്റിനെ നമുക്ക് എനേബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഇന്ററപ്റ്റിനകത്ത് വേറൊരു ഹയർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് നമുക്ക് വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ SCI എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. SCI ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഒരു കറണ്ട് ഇന്ററപ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഇന്ററപ്റ്റിന് നമുക്ക് സർവീസ് റൂട്ടീൻ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ SCI ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മുടെ I ബിറ്റിനെ നമ്മൾ എനേബിൾ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇഫ് യു വാണ്ട് അനദർ ഇന്ററപ്റ്റ് വിത്ത് എനി പ്രയോറിറ്റി ടു ബി സെർവ്ഡ് വൈൽ ദ കറണ്ട് ഇന്ററപ്റ്റ് ഈസ് ബീങ് സെർവ്ഡ്, യു ക്യാൻ സെറ്റ് ദ I ബിറ്റ് യൂസിങ് ദ SCI ഇൻസ്ട്രക്ഷൻ. SCI ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് I ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് റൂട്ടീനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇന്ററപ്റ്റ് ഇൻസൈഡ് ആൻഡ് ഇന്ററപ്റ്റ്. ഇനി ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഫ്രം ദ മൊമെന്റ് ആൻഡ് ഇന്ററപ്റ്റ് ഈസ് ആക്ടിവേറ്റഡ് ടു ദ മൊമെന്റ് ദാറ്റ് CPU സ്റ്റാർട്ട്സ് ടു എക്സിക്യൂട്ട് ദ ടാസ്ക് ഈസ് കോൾഡ് ഇന്ററപ്റ്റ്. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴാണോ നമ്മൾ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുത്തത് ആ ടൈം മുതൽ എപ്പോഴാണോ നമ്മുടെ മൈക്രോ കൺട്രോളർ നമ്മുടെ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അതുവരെ എടുക്കുന്ന ടൈം, ആ ഒരു ടൈം ഡിലേ ആണ് നമ്മൾ ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 എന്ന് പറയുന്ന സെക്കൻഡിൽ നമ്മൾ ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ നമുക്ക് സർവീസ് കിട്ടാൻ തുടങ്ങുന്നത്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ റൺ ചെയ്യാൻ തുടങ്ങുന്നത് 6th സെക്കൻഡ്സിലാണെങ്കിൽ ഈ 2 മുതൽ 6 വരെയുള്ള സെക്കൻഡിൽ എടുക്കുന്ന ടൈം, അതായത് ആ 4 സെക്കൻഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത്. സോ ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഫ്രം ദ മൊമെന്റ് ആൻഡ് ഇന്ററപ്റ്റ് ഈസ് ആക്ടിവേറ്റഡ് ടു ദ മൊമെന്റ് ദ CPU സ്റ്റാർട്ട്സ് ടു എക്സിക്യൂട്ട് ദ ടാസ്ക് ഈസ് കോൾഡ് ദ ഇന്ററപ്റ്റ് ലാറ്റൻസി. ഓക്കെ, നോർമലി നമ്മുടെ AVR മൈക്രോ കൺട്രോളറിനകത്തുള്ള ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത് 4 മെഷീൻ സൈക്കിൾസ് ആണ്. ഇനി ഇപ്പം ഒരു ലാർജ് പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, ലാർജ് പ്രോഗ്രാമിനകത്ത് ഒന്നിലധികം
ടാസ്കുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നു. ഈ ഒന്നിലധികം ടാസ്കുകളിൽ സെയിം രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രോഗ്രാം ഡു നോട്ട് വർക്ക് പ്രോപ്പർലി, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. കാര്യം സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ടാസ്കുകളിൽ നമ്മൾ സെയിം രജിസ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ആ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ നമുക്ക് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ലാർജ് സെറ്റ് ഓഫ് രജിസ്റ്റർ ഫയൽസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയത്ത് അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് യൂസിങ് ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ഫോർ ഡിഫറെന്റ് ടാസ്ക്, ഡിഫറെന്റ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് സേവിങ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് യൂസ് ചെയ്യാൻ പറ്റും. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ സെയിം രജിസ്റ്റേഴ്സ് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്ററിന്റെ വാല്യൂ നമ്മൾ ഒരു ടാസ്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രജിസ്റ്ററിന്റെ വാല്യൂ നമ്മൾ സ്റ്റാക്കിനകത്തോട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ആ രജിസ്റ്റർ യൂസ് ചെയ്യും. ഇനി എപ്പോഴാണോ രണ്ടാമത്തെ ടാസ്ക് പെർഫോം ചെയ്ത് കഴിയുന്നത്, അപ്പൊ നമ്മൾ പഴയ ടാസ്കിന്റെ നമുക്ക് വാല്യൂ റീസ്റ്റോർ ചെയ്യണം എങ്കിൽ നമ്മൾ ആ സ്റ്റാക്കിൽ നിന്നുള്ള വാല്യൂ നമുക്ക് തിരിച്ചെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ബിഗ് പ്രോഗ്രാംസ് വി മൈ നോട്ട് ഹാവ് ഇനഫ് രജിസ്റ്റേഴ്സ് ടു യൂസ് സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് ഫോർ ഡിഫറെന്റ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കേസസിൽ വി ക്യാൻ സേവ് ദ കണ്ടന്റ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റാക്ക് ബിഫോർ എക്സിക്യൂഷൻ ഓഫ് ഈച്ച് ടാസ്ക്. ഓരോ ടാസ്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് ആ രജിസ്റ്ററിലെ വാല്യൂസ് നമുക്ക് സ്റ്റാക്കിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ദാറ്റ് ക്യാൻ ബി റീലോഡ് ദ രജിസ്റ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടാസ്ക്. രണ്ടാമത്തെ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാക്കിനകത്തുള്ള വാല്യൂ നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ കണ്ടന്റ്സ് സേവ് ചെയ്ത് റീലോഡ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സേവിങ് എന്ന് പറയുന്നത്. സേവിങ് യുവർ CPU കണ്ടന്റ്സ് ബിഫോർ സ്വിച്ചിങ് ടു എ ന്യൂ ടാസ്ക് ഈസ് കാൾഡ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഓർ കോണ്ടെക്സ്റ്റ് സേവിങ്. ഓക്കെ.